തൃശൂർ മുണ്ടത്തിക്കൂട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 13ആയി. ചികിത്സയിലുള്ള 13 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 2 പേർ വെന്റിലേറ്റർ സഹായത്തിലാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ. മരിച്ച 8 പേരെ തിരിച്ചറിഞ്ഞു. മറ്റുള്ള ശരീരഭാഗങ്ങൾ DNA പരിശോധന നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത്. ദുരന്തത്തിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിവരങ്ങളുമായി സാനു കെ സജീവും രേഷ്മ ബാബുവും ചേരുകയാണ്. ആദ്യം സംഭവസ്ഥലത്ത് നിന്നും സാനുവിലേക്ക്. സാനു, 13 ജീവനുകളാണ് പൊലിഞ്ഞത്. വലിയ ദുരന്തത്തിൽ നാടൊന്നാകെ നടുങ്ങിയിരിക്കുകയാണ്, കണ്ണീർ വാർത്തുകയാണ് കേരളം ഒന്നാകെ, നാടൊന്നാകെ. എന്താണ് നിലവിലെ സാഹചര്യം? ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണോ? KP ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. ഫയർഫോഴ്സിൻ്റെയും അതേപോലെ തന്നെ പോലീസിൻ്റെയും ഒക്കെ പരിശോധനയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന പ്രദേശത്താണ് ഇന്ന് രാവിലെ ഈ ഒരു വെടിക്കെട്ട് ദുരന്തം, ഇന്ന് ഉച്ചയോടുകൂടി ഈ ഒരു സംഭവം നടക്കുന്നത്. എന്തായാലും 10-45ഓളം തൊഴിലാളികൾ മണിക്കൂറുകളായിട്ട് ദിവസങ്ങളായിട്ട് തൊഴിൽ ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അഗ്നിരക്ഷാ സേനയുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഒരു വെടിക്കെട്ട് ദുരന്തം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന വെടിക്കെട്ട് പുരയിലാണ്, മുണ്ടത്തിക്കോട് സ്ഥിതി ചെയ്യുന്ന വെടിക്കെട്ട് പുരയിലാണ് ഈ ദുരന്തം വലിയ മാരീചനെ പോലെ കടന്നു വരികയും പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മളും ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് എത്തിയിരുന്നു. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയിൽ നമ്മൾ വാർത്ത ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരുന്നു. നമ്മൾ ആ എത്തുന്ന സമയത്ത് 10-45 തൊഴിലാളികൾ നമ്മളോടൊപ്പം സംവദിച്ചതാണ്, അവരുടെ സന്തോഷം പങ്കുവെച്ചതാണ്. അവർ ഈ വെടിക്കെട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്പക്കെട്ടിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമുള്ളവരാണെന്ന് അടക്കം നമ്മളോട് പറഞ്ഞതാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്ന ആളുകൾ, ആ ആളുകളിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ളത് ഏറെ ഖേദകരവും ഏറെ ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളോടൊപ്പം സംവദിച്ച പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്ന് തന്നെയാണ് ഈ സമയം നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ, ഇപ്പോൾ ഈ ലൈറ്റുകളൊക്കെ കാണുന്നത് ഈ പരിശോധനയുടെ ഭാഗമായിട്ട് ഇവിടെ തെളിയിച്ചിരിക്കുന്ന വെട്ടങ്ങളാണ്. അതിന് തൊട്ട് സമീപത്താണ് ഈ വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 3 ഏക്കറോളം വിസ്താരം വരുന്ന പ്രദേശത്താണ് ഈ വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ ഇപ്പോൾ ഒരു കൂമ്പാരം, ഒരു വലിയൊരു അഗ്നി വിഴുങ്ങിയ പ്രദേശമായി മാത്രം അവശേഷിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. അതായത് ഇന്ന് രാവിലെ അടക്കം നമ്മൾ വരുമ്പോൾ പല ഭാഗങ്ങളിലും വലിയ വെടിക്കെട്ട് പുരകളുണ്ട്, സജീവമായിരുന്നു. 10-45 തൊഴിലാളികൾ അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട്, വലിയ സസ്പെൻസുകളൊക്കെ നിറച്ചുകൊണ്ട് ഈ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ട് നടത്തും. ഇക്കുറിയും വലിയ സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ നടക്കും. അത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വലിയ വെടിക്കെട്ട് ഉണ്ടാകുമെന്നടക്കം അവർ പറഞ്ഞിരുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു എന്ന് പറഞ്ഞതാണ്. നമ്മൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ടൈമറുകളടക്കം സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ടൈമർ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കുന്ന വേളയിലാണ് ഈ ടൈമറുകൾ സെറ്റ് ചെയ്യുന്നത്. ഈ ടൈമറുകൾ എപ്പോൾ, എവിടെ, ഏത് ഗ്രാവിറ്റിയിൽ പൊട്ടണമെന്ന് സമയം ക്രമീകരിച്ച് കൊടുക്കുന്ന ഒരു വസ്തുവാണ് ഈ ടൈമർ എന്ന് പറയുന്നത്. വെടിക്കെട്ടിന് പ്രധാനമായിട്ടും ഈ ടൈമറുകളൊക്കെ ആവശ്യമാണ്. സ്ത്രീ തൊഴിലാളികളുണ്ടായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് 10ഓളം സ്ത്രീ തൊഴിലാളികളുണ്ടായിരുന്നു. അവർക്കൊപ്പം തന്നെ ഈ തൊഴിലിൽ വൈദഗ്ധ്യമുള്ള നിരവധി ആളുകൾ ഒരേ സമയത്ത് തൊഴിൽ ചെയ്യുന്ന സമയത്താണ് നമ്മളിവിടെ വരികയും ആ വിഷ്വൽസൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തത്. ആ പ്രദേശവും ഇപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ്. കാരണം 10-45ഓളം ആളുകളോട് നമ്മൾ ഒരേ സമയത്തിരുന്ന് സംവദിച്ച് സന്തോഷം പങ്കുവെച്ച് പോയി മണിക്കൂറുകൾ കഴിയുമ്പോൾ അവരാരും ഈ ഭൂമിയിലില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അത് വലുതാണ്. ആ പ്രദേശം നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈ അഗ്നി വിഴുങ്ങിയ പ്രദേശമായി നിൽക്കുന്നു. വലിയ മരങ്ങളടക്കം നിന്ന് കത്തുന്ന സമയത്താണ് നമ്മൾ ഈ രണ്ടാമതും ഈ മണ്ണിലേക്ക് എത്തുന്നത്. അത് സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ടല്ല, അവരുടെ വലിയൊരു ദുരന്തമുണ്ടായതിനു ശേഷം അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമുക്ക് മുന്നിലേക്ക് തെറിച്ച് വീഴുന്ന ശരീരഭാഗങ്ങൾ പോലും കാണേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോഴും ഏതെങ്കിലും ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെയും സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ഖേദകരമായ, ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഇതേ വാർത്തയിലേക്ക് തിരികെ എത്താം. സാനുവിലേക്കും രേഷ്മയിലേക്കും